ചിന്നമോൾക്കൊരമ്മയെയും ഉണ്ണിമോൾക്കൊരച്ഛനെയും നൽകാൻ മായ വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം മായയ്ക്കാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ മായ വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പോകുന്നു. മോളെ 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 ഹലോ, ആരാ? മായല്ലേ? ഉണ്ട്. നിങ്ങൾ ആരാ? വിലാസിനമ്മയുടെ വീട്ടിൽ നിന്ന്. ആരാ കത്തിനെ ചേർത്തി? വിലാസിനിയമ്മയുടെ വീട്ടിൽ നിന്ന്. ആ, ഹലോ, ഞാനാണ് ഗോപൻ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്ക്. എനിക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യാൻ. നിന്റെ മോൾ ഇപ്പോൾ എന്റെ കൂടെ ഉണ്ട്. അവളല്ല, നീ പ്രസവിക്കാത്ത നിന്റെ കാമുകന്റെ മകൾ. അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ആന്റിയുടെ വിവാഹ നിശ്ചയം പൊടിപിടിക്കുകയാണ്. അവിടെ തുള്ളിച്ചാടി കളിച്ചടക്കേണ്ട ആ കൊച്ചിപ്പോൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. നീ ഉടനെ ഇവിടെ എത്തണം. എനിക്ക് വൃത്തികെട്ട ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് നീ ഇവിടെ വന്നില്ലെങ്കിൽ എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആലോചിക്കാം. കാമുവിനെ വിളിച്ച് വിവരം അറിയിക്കാമെന്നായിരിക്കും. എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ആ ഫോൺ വർക്ക് ചെയ്യില്ല. പിന്നെ പോലീസിനെ വിളിക്കാനാണ് പാവമെങ്കിൽ അവരോട് വരുമ്പോൾ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ കുഞ്ഞുമായി സംസാരിച്ചോളൂ. ഇപ്പൊ മനസ്സിലായല്ലോ. നീ ഉടനെ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളുടെ വീട്ടിൽ ഇന്ന് അവളുടെ ആന്റിയുടെ വിവാഹ നിശ്ചയം പൊടിപൊടിക്കുകയാണ്. അവിടെ തുള്ളിച്ചാടി കളിച്ചിറക്കേണ്ട ആ കൊച്ചിപ്പോൾ എന്റെ കൂടെയുണ്ട്. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് നീ ഇവിടെ വന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ജീവനോടെ കാണാൻ സാധിച്ചെന്ന് വരില്ല. കാവുവിനെ വിളിച്ച് വിവരം അറിയിക്കാമെന്നായിരിക്കും. എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ആ ഫോൺ വർക്ക് ചെയ്യില്ല. പിന്നെ പോലീസിനെ വിളിക്കാനാണ് ഭാവമെങ്കിൽ അവരിവിടെ വരുമ്പോൾ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ കുഞ്ഞുമായി സംസാരിച്ചോളൂ.
ചേട്ടനെന്ന് വിളിക്കൂ. വിളിക്കാം. എന്താ മായ ഉണ്ണിമോട് വന്നില്ലല്ലോ. പരിപാടിക്ക് ചേട്ടൻ അവിടം വരെ ഒന്ന് പോണം. ഇവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ചേട്ടൻ ചെന്നാ മായ വരാതിരിക്കില്ല. ഒന്ന് പോ ചേട്ടാ, പ്ലീസ്. ചിന്നുമോളെ, 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 ചിന്നുമോളെ. ആന്റി, ഞാനാ ആന്റി. അപ്പോ ചിന്നുമോൾ അവളിപ്പോൾ അവളുടെ വീട്ടിൽ തുള്ളിക്കളിച്ച് നടക്കുന്നുണ്ടാവും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ കോവൻ ആളെ പെശകാണെന്ന്. എന്നെ തൊട്ടുപോകരുത്. തനിയെ പെടുത്താൽ മധുരം കൂടും, തല്ലിപ്പഴിപ്പിച്ചാൽ അല്പം കുറയും. തല്ലിപ്പഴിപ്പിച്ചാളയാ അല്ലേ? ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ എന്റെ ശവമേ നിനക്ക് കിട്ടൂ.